നടന്നത് ഒരു കൊടും ചതി. CPI മനഃപൂർവ്വം പറഞ്ഞ് ചതിക്കുകയായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾ താൽക്കാലികമായി ഒന്ന് ഒതുക്കാനായി PM ശ്രീ മരവിപ്പിക്കാമെന്ന വാക്ക് CPIക്ക് കൊടുത്തിരുന്നു. അത് വെറും വാക്ക് പറച്ചിൽ മാത്രമാണെന്നാണ് ശിവൻകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ വാക്കാൽ അറിയിച്ചെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. CPIക്ക് കൊടുത്ത വാക്ക് പ്രകാരം അയക്കാമെന്ന് പറഞ്ഞ കഥ ഇതുവരെ നൽകിയിട്ടില്ല. PM ശ്രീ പദ്ധതിയിൽ ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന ഘടക കക്ഷികളുടെ ആവശ്യം പരിഗണിച്ച് പദ്ധതി പഠിക്കാൻ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച കാര്യവും കേന്ദ്രമന്ത്രിയെ അറിയിച്ചെന്നും രേഖാമൂലം പിന്നീട് അറിയിക്കുമെന്നും വി ശിവൻകുട്ടി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ശിവൻകുട്ടി പറഞ്ഞത് ഒരു വെളിപ്പെടുത്തലാണ്. PM ശ്രീയുടെ ആദ്യഘട്ട ഫണ്ട് വാങ്ങി പുട്ടടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വാക്കാൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തെ കുട്ടികളുടെ ഭാവി രേഖാമൂലം ഒപ്പിട്ട് നൽകിയിട്ട് വാക്കാൽ തിരുത്തിയാൽ എങ്ങനെയാണ് ശരിയാവുക? മുന്നണി മര്യാദകളെ ലംഘിച്ചുകൊണ്ടായിരുന്നു CPM തന്നിഷ്ടപ്രകാരം PM ശ്രീയിൽ ഒപ്പുവെച്ചത്. 16-ാം തീയതി ഒപ്പുവെച്ചിട്ട് 22-ാം തീയതി നടന്ന മന്ത്രിമാരുടെ യോഗത്തിൽ CPI മന്ത്രിമാർ PM ശ്രീയെ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തലയാട്ടി സമ്മതിച്ചു. സത്യത്തിൽ അകമേ ചിരിച്ചുകൊണ്ട് പുറമെ വൈരാഗ്യം കാണിച്ചതാകാം. എന്തായാലും സ്വന്തം മക്കളെ രക്ഷിക്കാൻ വല്ലവരുടെയും മക്കളെ കുരുതി കൊടുക്കുന്ന ഈ ഏർപ്പാട് എന്തായാലും അസ്സലായിട്ടുണ്ട്. ഇനിയൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ തങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് CPI കുലുങ്ങുന്നില്ല? ഇനിയിപ്പോ രണ്ടുപേരും കൂടി നടത്തുന്ന നാടകമാണോ ഇതെന്ന് സംശയിച്ചു പോകണം. കാരണം സ്വർണ്ണപ്പാളി വിഷയം കത്തി നിൽക്കുമ്പോഴാണ് PM ശ്രീയുടെ കടന്നുവരവും മന്ത്രിമാരുടെ പിണക്കവും മുന്നണി പോരും നടന്നത്. അതോടെ മാധ്യമങ്ങൾ പോലും സ്വർണ്ണപ്പാളി വിഷയം വിട്ട് LDFിലേക്ക് ശ്രദ്ധ തിരിച്ചു. PM ശ്രീയിൽ ഒപ്പുവെച്ച സർക്കാരുകൾക്ക് അത് മരവിപ്പിക്കാനോ റദ്ദാക്കാനോ അവകാശമില്ല എന്നത് അറിഞ്ഞിട്ടും CPIക്ക് കൊടുത്ത ധാരണ വെറും കണ്ണിൽ പൊടിയിടലാണ് എന്ന് നേരത്തെ പറഞ്ഞതാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 16-നായിരുന്നു PM ശ്രീ ധാരണാപത്രം തയ്യാറാക്കിയത്. 22-ന് ധാരണാപത്രം ഡൽഹിയിൽ എത്തിക്കുകയും 23-ന് ഒപ്പിട്ട് തിരികെ എത്തിക്കുകയും ചെയ്തു. CPIയെ അറിയിക്കാതെയായിരുന്നു നീക്കങ്ങൾ. ഇതിന് തൊട്ടു മുൻപേ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയോ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. ധാരണാപത്രത്തിൽ ഒപ്പിട്ട വിഷയം വാർത്തയായതോടെ CPI ഇടഞ്ഞു. സർക്കാർ മുന്നണി മര്യാദകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ബിനോയ് വിശ്വം രംഗത്തെത്തി. പല ഘട്ടങ്ങളിലും സർക്കാരിനും CPIM-നുമെതിരെ ബിനോയ് വിശ്വം ഉന്നം വെച്ചു. ഒടുവിൽ CPI ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയും വിഷയത്തിൽ ഇടപെട്ടു. CPIM സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുമായി ഡി രാജ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സമവായമുണ്ടായില്ല. PM ശ്രീയിൽ ഒപ്പിട്ട നടപടി പാർട്ടി നയത്തിന് വിരുദ്ധമെന്നായിരുന്നു ഡി രാജ പറഞ്ഞത്. വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം CPI എക്സിക്യൂട്ടീവ് ചേർന്നിരുന്നു. അതിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കടുത്ത തീരുമാനമായിരുന്നു CPI സ്വീകരിച്ചത്. ഇതിനുശേഷമാണ് LDF യോഗം ചേർന്നതും സമവായത്തിലെത്തിയതും മുഖ്യമന്ത്രി തീരുമാനം പ്രഖ്യാപിച്ചതും. ഇതാണ് നമുക്കറിയാവുന്ന കഥ. പക്ഷേ ഒരു വിധത്തിൽ സർക്കാർ താഴെ വീഴുമെന്ന അവസ്ഥ നിൽക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കുമെന്ന അവസ്ഥയോട് അടുക്കുമ്പോഴാണ് ഒരു PM ശ്രീ കഥയും മുന്നണി തർക്കവും എത്തുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ള വിട്ട് PM ശ്രീക്ക് പുറകെ പോയി. മാധ്യമങ്ങൾ PM ശ്രീ വാർത്തകൾ അച്ചടിക്കാൻ തുടങ്ങി. ഇതെല്ലാം അവർ സൃഷ്ടിച്ച പുകമറയെന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട്.